ഇപ്പോൾ ഇവിടെ പൊട്ടിയ ഈ അടിയുടെ കാരണം അറിയണമെങ്കിൽ ക്ഷമയോടെ നിങ്ങൾ കുറച്ച് കാത്തിരിക്കണം. സിനിമ അത് സ്വപ്നം കാണുന്നവൻ്റെയാണെന്ന് പണ്ടാരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സ്വന്തമായൊരു കഥ എഴുതി അത് സിനിമയാക്കുവാൻ നല്ലൊരു നിർമ്മാതാവിനെ തേടിയുള്ള യാത്രയിലാണ് ഈ ചെറുപ്പക്കാരൻ. എന്തായാലും അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഷമി, ആ വാടാ. നീ പോയ കാര്യം എന്തായി? എന്താവാൻ, എപ്പോഴും ഉള്ള പോലെ തന്നെ, ഒരു മാറ്റമില്ല. ഞാൻ നേരെ പുള്ളിക്കാരൻ്റെ വീട്ടിലോട്ട് ചെന്നു. പുള്ളിക്കാരൻ വന്നപാട് അകത്തേക്കെന്ന് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു. സാറേ, കഥയായിട്ട് വന്നതാണ്. പുള്ളിക്കാരെങ്കിൽ കഥ പറയാൻ പറഞ്ഞു. കഥ പറഞ്ഞിട്ടോ എൻ്റെ പൊന്നു മോനെ, ഇങ്ങനത്തൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. കൊടുക്കാം, ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. നീ കഥ പറഞ്ഞോ ശരിക്കും? എടാ, നന്നായിട്ട് തന്നെയാണ് പറഞ്ഞത്. നിനക്ക് എൻ്റെ കഥകളെ കുറിച്ച് അറിയാൻ പാടില്ലേ? അതറിയാ, എന്നാലും പിന്നെന്താ, ഒരു പ്രൊഡ്യൂസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു. എടാ, നല്ല സബ്ജക്റ്റാടാ. എന്താ കഥ? എന്താ കഥയൊരു വെറൈറ്റിയാണ്. അല്ല, നിന്റെ പരിചയത്തിൽ വല്ല പ്രൊഡ്യൂസർമാരെയും കിട്ടുമോ? പ്രൊഡ്യൂസറെ സംഘടിപ്പിക്കാൻ പറ്റാണ്ടൊന്നുമില്ല. അല്ല, പ്രൊഡ്യൂസ് ചെയ്യാൻ നീ വിചാരിച്ചാൽ നടക്കും. ഇത് വിട്ട് നീ കളി, നമുക്ക് പ്രൊഡ്യൂസർ വേറെ നോക്കാം. ആ, അല്ല, സംഘടിപ്പിച്ചാൽ മതി. എന്തായാലും നീ ഒന്ന് കഥ പറ, ഞാൻ ഒന്ന് കേൾക്കട്ടെ. കഥ പറഞ്ഞ് ഇഷ്ടപ്പെട്ട നീ പ്രൊഡ്യൂസ് ചെയ്യൂ. നോക്കാം. അപ്പം ഇതാണ് കഥ. അങ്ങനെ ഷമിയോട് ഞാൻ എൻ്റെ കഥ അങ്ങ് പറയാൻ തുടങ്ങി. ഇവനാണ് എൻ്റെ കഥയിലെ നായകൻ, കാർത്തി. എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ പഠിത്തമൊക്കെ കഴിഞ്ഞു, ജോലിയൊന്നും ഇതുവരായിട്ടില്ല. അപ്പൊ എനിക്കില്ലേ? പോയി വേണമെങ്കിൽ എടുത്ത് കുടിക്കടാ. ഇതാണ് അവൻ്റെ അച്ഛൻ സേതുവേട്ടൻ. കാര്യം ഒരു ചൂടനാണെങ്കിലും സേതുവേട്ടന് വലിയ ഇഷ്ടമാണ് കാർത്തിയെ. പുല്ല്. ആ BSFന്റെ റിക്രൂട്ട്മെന്റ് ആപ്ലിക്കേഷൻ അയച്ചാ നീ? ഓ, അതിന്റെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു. നീ ഒരു പണിക്കും പോണ്ട, ഇനിയിപ്പോൾ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ച് നടന്നാൽ മതിയല്ലോ. കണ്ട പിള്ളേരൊപ്പം എല്ലാം തേണ്ടുകയും ചെയ്യും, ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കയില്ല. അതിന് ജോലി കിട്ടാതെ എൻ്റെ കുഴപ്പം കൊണ്ടാണോ? നിക്ക് ജോലി കിട്ടാത്ത പിന്നെ അവൻ്റെ കുഴപ്പം കൊണ്ടല്ലാണ്ട് വേറെ ആരോ കുഴപ്പം കൊണ്ടാ? അത് ശരിയില്ല. നീ ആ ഡയലോഗ് ഒന്ന് മാറ്റിപ്പിടി. അപ്പോൾ ആ ഡയലോഗ് ശരിയില്ല. അല്ല, മാറ്റിപ്പിടിക്കണം. മാറ്റിപ്പോരെ. നീ ഒരു പണിക്കും പോണ്ട, ഇനിയിപ്പോൾ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ച് നടന്നാൽ മതിയല്ലോ. കണ്ട പിള്ളേരൊപ്പം എല്ലാം തേണ്ടുകയും ചെയ്യും, ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കയില്ല. ഞാൻ ശ്രമിക്കാനായിട്ടാണോ? എൻ്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ.
ഡാ നീ എങ്ങോട്ടാ? ഇവനാണ് ശ്രീകാന്ത്. കാർത്തിയും ശ്രീകാന്തും തമ്മിൽ അത്ര നല്ല ടേംസിലല്ല. ആ 25 സെന്റില്ലേ, അത് നമുക്ക് 30 ഉറുപ്പിക കേട്ടോ. അത് നമുക്ക് നോക്കാം. എന്തായാലും കാര്യം വേറൊന്നല്ല. എടാ കാർത്തി. ആ ശ്രീകാന്ത്, നീ എന്താടാ കണ്ടിട്ട് മൈൻഡില്ലാതെ പോന്നെ? ഞാൻ കണ്ടില്ലടാ സത്യമായിട്ടും. പിന്നെ സുഖല്ലേ? ഓ എന്ത് പറയാനാടാ, ഇൻഫോ പാർക്ക് ജോലിയോട് കൂടി കക്കൂസ് പൂവും വരെ നേരില്ലടാ. പോടവട്ടി. ഓ വല്ലതും പറഞ്ഞായിരുന്നോ? ഏയ് ഇല്ല ഇല്ല ഇല്ല. ഹലോ. ആ എടാ അതൊക്കെ ശരിയാക്കാം. ഞാൻ പോക്കോട്ടെ. ഓ പൊക്കോ പൊക്കോ. ഹായ് ദിൽന, എന്താടാ നിന്റെ ഒരു വിവരമില്ലല്ലോ? കാർത്തി, ഞാൻ സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് ബിസി ആയിരുന്നുടാ, അതാ വിളിക്കാൻ ഞാൻ. കുഴപ്പമില്ല, നീ വിളിച്ചല്ലോ അത് മതി. എടാ ഞാൻ വിളിച്ചെന്താ വെച്ചാ. എന്താടാ, എന്താ കാര്യം? നിനക്കൊന്നും തോന്നരുത്, എൻ്റെ പപ്പയെ വിഷമിപ്പിക്കാൻ എനിക്ക് വയ്യ. എന്ത്? എടാ ഞാൻ നിന്റെ കാര്യം പപ്പയോട് പറഞ്ഞതാ, പക്ഷേ നിന്റെ ജോലിയൊക്കെ അന്വേഷിച്ചപ്പോൾ പപ്പ ഒട്ടും ഹാപ്പി അല്ല. എന്തോന്ന്? 2 അറ്റാക്ക് കഴിഞ്ഞിരിക്കുന്ന ആളാ, എനിക്ക് പുള്ളിയെ വിഷമിപ്പിക്കാൻ പറ്റില്ല. നീ ഇപ്പം എന്താ പറഞ്ഞു വരുന്നേ? ഞാനിപ്പോൾ എന്ത് വേണമെന്നാ? നിനക്കിപ്പോൾ ജോലിയൊന്നുമില്ലല്ലോ, നിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന നിന്റെ അച്ഛനല്ലേ. എനിക്ക് അതൊക്കെയായി അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാ. ഐ എം സോറിടാ. അപ്പോൾ നിനക്കിപ്പോൾ എന്നെ വേണ്ടല്ലേ, അതല്ലേ നീ പറഞ്ഞു വരുന്നേ? എടാ അങ്ങനെയല്ല. മതി മതി, നീ നിർത്തിക്കോ. അതെ, പിന്നെ ഞാൻ വേറെ കാര്യം പറയാനാ വിളിച്ചേ. എന്താ അത്? എടാ കാർത്തി, ഈ 18th എൻ്റെ മാരേജാ, നീ എന്തായാലും വരണം. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും വരും, നീയും വരുമായിരിക്കും അല്ലേ? ഹലോ ജെറിച്ചായ. ജെറിച്ചാൻ എവിടെ ഉള്ളത്? ഞാനിപ്പോ പുറത്താണല്ലോടാ. വർക്ക്ഷോപ്പിലുണ്ടോ? വർക്ക്ഷോപ്പിലില്ല, ഞാൻ ഒരു അരമണിക്കുള്ളിൽ വരും. നീ അങ്ങോട്ടേക്കോ? ആ ഞാൻ അങ്ങോട്ട് വരാം. നിക്ക് നിക്ക് നിക്ക്, ആരായി ചെറിച്ചേൻ? വില്ലനാണോ? ഏയ് പുള്ളി വില്ലടുന്നല്ല, നല്ല 1 നമ്പർ അച്ചായന. അപ്പോൾ പുള്ളിയുടെ റോൾ എന്താ ഈ പടത്തിൽ? ആ അതാണല്ലോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ നീ പറ. ജെറിച്ചാൻ ഇവിടെ ഇല്ലേ? ഇച്ചായനോടില്ല, പുറത്തു പോയേക്കുവാ. പെട്ടെന്ന് വരുമോ? വരേണ്ട സമയമായല്ലോ. അങ്ങനെ ഇരിക്കുകയാണ് ജെറി മാത്യുവിൻ്റെ മാരക ഒരു എൻട്രി. എന്നിട്ട് അത് പൊളിക്കും. ഈ നായകന് കൊടുക്കുന്നതിലും പ്രാധാന്യം എന്താ ഈ ജെറി മാത്യുവിന് കൊടുക്കുന്നത്? ഒന്നുമില്ല, ആ ജെറി മാത്യുവിൻ്റെ റോൾ ചെയ്യുന്നത് ഞാനാ. ഓ അങ്ങനെ നടക്കട്ടെ. ഇങ്ങനെയൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നീ എന്താ പറയണ്ടെന്ന് പറഞ്ഞ? അത് ഇവിടെ വെച്ച്. ആ നീ വാ. അങ്ങനെ അവര് ഒരു വലിയ മലയുടെ മണ്ടയിലേക്ക് പോവുകയാണ്. മലയുടെ മണ്ട പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ? എന്താടാ കാർത്തിൻ്റെ പ്രശ്നം? ആകെ മൊത്തം പ്രശ്നങ്ങളാണ് ജെറിച്ചായ. നിനക്കതിന് മാത്രം പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? ജോലി ഇല്ലാത്തതിൻ്റെ പേരിൽ ആകെ പ്രശ്നങ്ങളാണ് ജെറിച്ചായ. നാട്ടുകാരുടെ കളിയാക്കലും പോരാത്തതിന് അച്ഛൻ്റെയും. എനിക്ക് ആകെ മതിയായി. ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ എൻ്റെ ലവറെ പറ്റി? അവളുടെ പേരെന്തായിരുന്നു? ഞാൻ മറന്നു. ദിൽന.
ഞാൻ കഥയൊന്നും പറഞ്ഞു. ഇവളാണ് കാർത്തിയുടെ സ്വപ്നങ്ങളിൽ ദില്ല. ഇവൻ ഈ നാണവും വെച്ചുകൊണ്ട് ഇവളോട് എങ്ങനെ ഇഷ്ടമെന്ന് പറയാനാ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സത്യത്തിൽ നിനക്കെന്നെ ഇഷ്ടമാണോ? നിനക്കിപ്പോൾ ജോലിയൊന്നുമില്ലല്ലോ. നിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന നിന്റെ അച്ഛനല്ലേ. എനിക്ക് അതൊക്കെയായി അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാ. ഐ എം സോറിഡാ. എടാ കാർത്തി, ഈ 18th എൻ്റെ മാരേജാ. നീ എന്തായാലും വരണം. എന്തായാലും നീ ഇപ്പോൾ അവളോട് ചോദിക്കാനൊന്നും പോണ്ട. നീ എന്ത് ചോദിച്ചാലും എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ആരിപ്പം നിൻ്റെ കൂടെ ഉണ്ടാവില്ല. വേറൊന്നല്ല, ഈ നാട്ടിലെ നിയമം കോടതിയൊക്കെ അവർ പറയുന്നത് കേൾക്കും. അവൾ നിന്നോട് അങ്ങനത്തെ ഒരു പെർപ്പുകേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഏതെങ്കിലും രീതിയിൽ പണി കിട്ടിയിരിക്കും. എന്നാ നീ ചെല്ല്, ഇരുട്ടുമ്പോൾ വീട്ടിൽ പോകാൻ നോക്ക്. ചെല്ലടാ പോ. അങ്ങനെ കാർത്തിയും കാർത്തിയുടെ കൂട്ടുകാരനും കൂടി ക്രിക്കറ്റ് കളിക്കാൻ പോവാണ്. അങ്ങനെ അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് സംഭവിച്ചു. എന്ത്? അങ്ങനെ കളി ജയിക്കാൻ അവസാന ഓവറിൽ ഒരു പന്ത് ശേഷിക്ക് 6 റൺസ് വേണം. Out! എന്താടാ രാവിലെ തന്നെ? ഒന്നുമില്ല അച്ഛാ. സ്വപ്നമായിരുന്നാ? സ്വപ്നമായിരുന്നു. അടിപൊളി. സംഭവം എങ്ങനെയുണ്ട്? സംഭവമൊക്കെ ഓക്കെ. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒരു പരീക്ഷണത്തിലാവോ? ഇതായിരുന്നു ഷമിയോട് പറഞ്ഞ എൻ്റെ കഥ. പക്ഷേ ഈ കഥയിലെ ട്വിസ്റ്റ് സംഭവിക്കുന്നത് ഇവിടൊന്നുമല്ല. ഹലോ ഡാ നിധി, ഷോർട്ട് ഫിലിമിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു നീ? ഒരു പ്രൊഡ്യൂസറെ ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രൊഡ്യൂസർ കിട്ടിയ ആരിപ്പത്? ആടാ, ഞാനിപ്പോൾ കാറിയിലാടാ. പ്രൊഡ്യൂസൊക്കെ നമുക്ക് ചെയ്യാവേ. നടിമാർക്കുണ്ടാവില്ലേ? ഒന്ന് കാണണം നമുക്ക്. ഓക്കെ. ആന്നറിയാം. 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പോയിട്ടൊന്ന് കണ്ടാലോ? അതൊക്കെ പോയി കാണാം. സാറിന് വേറെ തിരക്കൊന്നുമില്ലല്ലോ?
ഇപ്പൊ പണിയൊന്നുമില്ല. എടാ അന്നത്തെ കഥ പറഞ്ഞില്ലേ, ശരിക്കും ജീവിതത്തിൽ അങ്ങനെ ഒരു കഥ നടന്നിട്ടുണ്ടെങ്കിൽ കാർത്തിയുടെ ലൈഫിൽ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? അതിപ്പോ കഥയല്ലേടാ. ആ നീ പറ കേൾക്കട്ടെ. എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാ, ചെക്കൻ പണിക്ക് പോയി തുടങ്ങിയാ? എടാ പണിക്ക് പോയി തുടങ്ങിയൊന്നും അല്ല. പിന്നെ ഞാൻ പറയട്ടെ. നിനക്കൊന്നും തോന്നരുത്, എൻ്റെ പപ്പയെ വിഷമിപ്പിക്കാൻ എനിക്ക് വയ്യ. എന്ത്? ഞാൻ നിന്റെ കാര്യം പപ്പയോട് പറഞ്ഞതാ, പക്ഷേ നിന്റെ ജോലിയൊക്കെ അന്വേഷിച്ചപ്പോ പപ്പ ഒട്ടും ഹാപ്പി അല്ല. നീ ഇപ്പം എന്താ പറഞ്ഞു തരുന്നേ? ഞാനിപ്പോൾ എന്ത് വേണമെന്നാ? അതെ, പിന്നെ ഞാൻ വേറെ കാര്യം പറയാനാ വിളിച്ചേ. എന്താ അത്? എടാ കാർത്തി, ഈ 18th എൻ്റെ മാരേജാ. നീ എന്തായാലും വരണം. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും വരും, നീയും വരുമായിരിക്കും അല്ലേ? എടാ നീ എങ്ങോട്ടേക്കാ? ഞാൻ എങ്ങോട്ടേക്കും ഇല്ല. ഞാൻ കൊണ്ടുപോടാ. വേണ്ട. ഓക്കെ ശരി എന്നാൽ ബൈ. അവൾ നിന്നോട് അങ്ങനത്തെ ഒരു പെർപ്പേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഏതെങ്കിലും രീതിയിൽ പണി കിട്ടിയിരിക്കും. അല്ലെങ്കിലും ഇവളെ പോലത്തെ തേപ്പുകാരികൾക്ക് കിട്ടുന്നത് ഇതേപോലുള്ള IT പൊട്ടന്മാർ തന്നെ ആയിരിക്കും. ഈ ദൈവം തമ്പുരാൻ ആള് മരണം മാസാട്ടോ, അറിഞ്ഞ് ചെയ്തോളൂ. ഒരു തരത്തിൽ പറഞ്ഞ ഈ കഥയിലെ നായകനും വില്ലനൊക്കെ ഞാൻ തന്നെയാണ്. കാരണം ഞാൻ എഴുതി കൂട്ടിയത് എൻ്റെ തന്നെ സ്വന്തം അനുഭവങ്ങളാണ്.